ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അങ്ങ് പോവുകയോ അല്ലെങ്കിൽ ഒരു ലെവൽ പറഞ്ഞു തന്നിട്ട് അങ്ങ് പോവുകയോ ചെയ്യുന്നൊരു ക്യാരക്ടറല്ല എൻ്റെ. എന്നെ ഇപ്പം ഗ്രൂപ്പിൽ ഏകദേശം 10,200 പേരോളം ഫോളോ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലാണെങ്കിലും 5,000-നും അടുത്ത് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ആരെയും നിരാശപ്പെടുത്താറില്ല. എല്ലാവർക്കും മറുപടി അയക്കാറുണ്ട്. അപ്പം ഈ നിരന്തരമായിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പം അല്ല നിങ്ങളുടെ കമൻറ്റുകൾ യൂട്യൂബിൽ വരുന്ന കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. നിങ്ങൾ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഇൻഡെക്സിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളൊരു നഗ്ന സത്യം എനിക്ക് മനസ്സിലായി. എന്നാൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, ഇല്ലയെന്നല്ല പറഞ്ഞു. എങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ഇൻഡെക്സിനെ മാത്രം അല്ലെ ചാർട്ടിനെ മാത്രം അല്ലെ ലെവലുകൾ നോക്കി മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു പക്ഷേ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ആ ചാർട്ട് നോക്കി ഇൻഡെക്സ് നോക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആകത്തുക അല്ലെ നിങ്ങൾ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനം നഷ്ടം മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ഇൻഡെക്സിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്നാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു പക്ഷേ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മളൊരു ബിഗിനർ സ്റ്റേജിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങിയത്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ 1 by 1 എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് മെഴുകാൻ പറ്റുമില്ല. നമ്മൾ ഗ്രാജുവലി വളർന്നു വരണം. പതുക്കെ വേണം നമ്മൾ പഠിച്ചു വരും. കുഞ്ഞെങ്ങനെ നടക്കുന്നത്? ഒരു ദിവസം തന്നെ ചാടി എഴുന്നിട്ട് അങ്ങ് ഓടുവാണ് വെച്ചാൽ അല്ല. പിച്ച പിടിച്ച് നടക്കുന്നു, ചിലപ്പോൾ ഉരുണ്ട് വീഴുന്നു, അവിടെ ഇവിടെയൊക്കെ മുറിയും, പിന്നെ നടക്കും, പിന്നെ ബാലൻസ് ആകും, പിന്നെ നല്ലപോലെ കൈയും വീശി സപ്പോർട്ട് ഇല്ലാതെ നടക്കും, പിന്നെ ഓടും, ചാടും. അങ്ങനെ ഒരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകുന്നത്, ഇല്ലേ? ഒരു കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓപ്ഷൻ ബൈങ്ങിന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം ഇതൊന്നും കാര്യങ്ങൾ അറിയുന്നില്ല. നമ്മൾ പച്ച, സി, ചുവപ്പ്, പി എന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കാണുന്നത്. ഇതൊക്കെയാണ് സത്യം, ഇതൊക്കെയാണ് സംഗതി എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലോട്ടറി കിട്ടും, ചില ദിവസങ്ങളിൽ ആ ലോട്ടറി കിട്ടിയതിൻ്റെ ഇരട്ടി ചിലപ്പം പോക്കറ്റിൽ നിന്ന് പോകും. അപ്പം നമ്മൾ ഈ തുടരെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ചു വരും. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയ്ക്ക് മെഴുകാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. അപ്പം നിങ്ങൾ അടുത്തൊരു ലെവലിലോട്ട് നിങ്ങളിപ്പോൾ ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂട്ടാം എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ദൈവമേ, ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയാണല്ലോ ചെയ്തിരുന്നത്, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. അപ്പോൾ ആ അവസരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഒന്നുമല്ല, നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സുകൾ, നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സുകളിൽ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളുണ്ട്. ഈ ഇൻഡെക്സിനെ നിയന്ത്രിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. നമ്മൾ ഇൻഡെക്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇൻഡെക്സിൻ്റെ ചാർട്ടുകളെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഈ ഇൻഡെക്സിനെ നിയന്ത്രിക്കുന്ന സ്റ്റോക്സുകളുണ്ട്. മനസ്സിലായില്ലേ? ആ സ്റ്റോക്സുകളുടെ ഗതിവിഗതികൾ അനുസരിച്ചായിരിക്കും ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ്. നിങ്ങൾ ആ കാര്യം മറന്നു പോകല്ല. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത് പുതിയ അറിവായിരിക്കാം, അറിവുള്ളവരുണ്ടായിരിക്കാം. എങ്കിലും ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഇൻഡെക്സ് മുകളോട്ടോ താഴോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻഡെക്സിലെ ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ പറ്റി നിങ്ങൾ അറിയണം, അതിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയണം, അതിൻ്റെ റിസൾട്ടുകൾ വരുന്ന ദിവസങ്ങൾ അറിയണം, അതിലെന്തെങ്കിലും ആക്ഷൻസ്, കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻസ് നടക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ NSEയുടെ ഭാഗത്തുനിന്നോ സെബിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്ഷൻസ് അതിനെതിരെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം.
അതുപോലെ RBIയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പെനാൽറ്റികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇൻഡെക്സിനകത്തിൽ ട്രേഡ് ചെയ്യാൻ. അപ്പം ഞാൻ ഇതിനകത്തിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പം ഈ ഓരോ ഇൻഡെക്സിനെ നിയന്ത്രിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ആദ്യത്തെ ഒരു 10 സ്റ്റോക്കുകൾ അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ 50 സ്റ്റോക്കുകളുണ്ട്. പക്ഷേ അതിനകത്തിൽ 50 സ്റ്റോക്കുകളിൽ ആദ്യത്തെ 5-6 സ്റ്റോക്കുകളായിരിക്കും ആ ഇൻഡെക്സിനെ പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഗതിവിഗതികൾ എങ്ങോട്ട് പോകുന്നതനുസരിച്ച് അല്ലെ അതിൻ്റെ ഉയർച്ച താഴ്ചകൾ അനുസരിച്ചായിരിക്കും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റുകൾ. ഓക്കെ, അപ്പം അത് ഏതൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. അപ്പോൾ അറിയുന്നവർ സഹിക്കുക, അറിയാത്തവർ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനത് ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ ഓരോ ഇൻഡെക്സും എടുത്തിട്ട് അതിൽ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിട്ടേക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ ഇതിട്ടേക്കാം. എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി 50 ആണ്. ഓക്കെ, നിഫ്റ്റി 50യുടെ ഇത് നമ്മുടെ NSEയുടെ സൈറ്റിൽ, ഓക്കെ, NSEയുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഇതിപ്പം നിഫ്റ്റി 50യുടെയാണ്, നിഫ്റ്റി 50. ഓക്കെ, ഇത് എല്ലാ മാസവും അവസാന ദിവസം, ഓക്കെ, എല്ലാ ദിവസവും മാസത്തിൻ്റെ അവസാനം ഇവർ ഇതിൻ്റെ വെയിറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ എത്ര വെയിറ്റേജ് ആണെന്നുള്ളത് താഴോട്ടോ മേലോട്ടോ എത്രയാണ് കൂടിയത് കുറഞ്ഞതനുസരിച്ച് ഇവരെല്ലാ മാസവും നിഫ്റ്റി 50 അതിൻ്റെ സ്റ്റോക്കുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തും, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ പിന്നെ ഗൂഗിളിൽ പോയിട്ട് നിഫ്റ്റി 50 വെയിറ്റേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞാനിത് നമ്മുടെ ഗ്രൂപ്പിലിട്ടേക്കാം. ഇതിൻ്റെ താഴെ ഞാനത് പിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇതിനകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ സെക്ടർ പ്രസൻറ്റേഷൻ ഈ നിഫ്റ്റി 50യിലെ ഏതൊക്കെ സെക്ടറിനാണ് ആധിപത്യം ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യിൽ ഇതിനകത്തിൽ ആധിപത്യം ഫിനാൻഷ്യൽ സർവീസിനാണ്. അതായത് ബാങ്ക്സ് റിലേറ്റഡ് ഫിനാൻഷ്യൽ സർവീസിനാണ്. 37% എന്തുണ്ട് ഇതിന് മേൽക്കോയ്മ നിഫ്റ്റി 50യിലുണ്ട്. മനസ്സിലായോ? ഫിനാൻഷ്യൽ സെക്ടറിന് 37% മേൽക്കോയ്മയുണ്ട്. അതായത് ഫിനാൻഷ്യൽ സെക്ടർ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിഫ്റ്റി വീഴും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതിനുശേഷം ഇൻഫർമേഷൻ ഐ ടിക്ക് എത്ര ശതമാനമുണ്ട്? 11.91%. കണ്ടോ? അടുത്ത ഓയിൽ ആൻഡ് ഗ്യാസ്, അതായത് നമ്മുടെ റിലയൻസ് പോലുള്ള അത് 9.87. ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കെയർ 6.93. ഫാസ്റ്റ് മൂവിങ് ആൻഡ് കൺസ്യൂമർ FMCG അതായത് 6.84. ടെലികമ്മ്യൂണിക്കേഷൻ 4.37. ബാക്കിയൊക്കെ ചെറുതുകൾ. അപ്പം ആദ്യത്തെ ഒരു 5 സെക്ടർ ഫിനാൻഷ്യൽ സർവീസ്, IT, റിലയൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോമൊബൈൽ, FMCG. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ്, ഇത്രയും സെക്ടറുകളാണ് നിഫ്റ്റി 50യിൽ ആധിപത്യമുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ? അതിനകത്തിലെ സ്റ്റോക്കുകളുടെ കാര്യം പറയാം. HDFC ബാങ്ക് ഏറ്റവും കൂടുതൽ നിഫ്റ്റി 50യിൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് HDFC ബാങ്ക്. 13.07% വെയിറ്റേജ് HDFC ബാങ്കിനുണ്ട്. അതായത് HDFC ബാങ്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നിഫ്റ്റിയിൽ സംഭവിക്കും. അതുകൊണ്ടാണ് FISൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കായിട്ട് HDFCയെ FIS തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം അവരുടെ പൊസിഷൻസ് അവർ മാനേജ് ചെയ്യുന്നത് HDFC ബാങ്കിനെ അല്ലെങ്കിൽ ICICI ബാങ്കിനെയൊക്കെ വെച്ചിട്ടാണ്. കാരണം അതിലാണ് അവർ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പം മാർക്കറ്റിന് ഇൻഡെക്സിനെ മുകളോട്ടോ താഴോട്ടോ ഒക്കെ കൊണ്ടുപോകാൻ. അതൊക്കെ വലിയ സബ്ജക്റ്റാണ്, എങ്കിൽ ഞാൻ ചുരുക്കോടെ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനകത്തൊരു പൊസിഷൻസ് ഫ്യൂച്ചറിനകത്തിൽ ബൈ ചെയ്യും, അതിൽ ഓപ്ഷൻസിനകത്തിൽ സെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്ത് അവർ നമ്മുടെ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ വെച്ചിട്ടായിരിക്കും അവർ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ്, ഇൻഫോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കിക്കേ, HDFC ബാങ്കിന് 13.7% വെയിറ്റേജ് ഉണ്ട്. ICICI ബാങ്കിന് 8.95%, അപ്പം ഫിനാൻഷ്യൽ സെക്ടറിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 2 സ്റ്റോക്കുകളാണ് HDFCയും ICICI. മനസ്സിലായി? അവർക്ക് രണ്ടുപേർക്ക് കൂടെ ഏകദേശം 22% നിഫ്റ്റിക്കകത്തിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റേജ് ഉണ്ട്. മനസ്സിലായി? പിന്നെ അവസാനമാണ് കോട്ടക് ബാങ്ക്, പിന്നെ ആക്സിസ് ബാങ്ക്. അവർക്ക് കോട്ടക് ബാങ്കിന് 3% ഉള്ളൂ. ICICI ബാങ്കിന് 9% ഉണ്ട്. ആക്സിസ് ബാങ്കിന് 3% ഉള്ളൂ.
മനസ്സിലായി? അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങളുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ റിസപ്ഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി നിഫ്റ്റി 50 വെയിറ്റേജ് സ്റ്റോക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഇതിൻ്റെ ഈ NSEയുടെ ഈ ഒരു പേജ്, ഒരു PDF-ൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടും. അതാണ് നിഫ്റ്റി 50യുടെ ചരിത്രം. ഇനി അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് അടുത്തത് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ബാങ്ക്. ഓക്കെ, നിഫ്റ്റി ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, നിഫ്റ്റി ബാങ്ക് നിങ്ങൾക്കറിയാം, പിന്നെ ബാങ്കിങ് സെക്ടറാണ്, ഫിനാൻഷ്യൽ സെക്ടറാണ് ഇല്ലേ? അപ്പോൾ ഇതിനകത്തിൽ നോക്കിക്കേ, അതിനകത്തിലും നിഫ്റ്റി ബാങ്കിലും HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 28.27%. ഓക്കെ, HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് 28.27% ബാങ്ക് നിഫ്റ്റിയിൽ. ICICI ബാങ്കിനോ 25.38, കോട്ടക് ബാങ്കിനോ 8.53. ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങളോട് എൻ്റെ പല വീഡിയോകളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നവർ HDFC ബാങ്കിനെയും ICICI ബാങ്കിനെയും കോട്ടക് ബാങ്കിനെയും നോക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന്? നിങ്ങൾ വിചാരിക്കും ഞാൻ പൊട്ടൻ്റെ മാവേലേറ് പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതിനെ വിശകലനം, ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു ചാർട്ട്, ഒരു നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും ഒരു ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പം അതിന് മുന്നേ ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പൊട്ടൻ്റെ മാവേലിയർ പോലല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ശരിക്കും വിശകലനം ചെയ്ത് പഠിച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ എത്രത്തോളം അധ്വാനം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയ HDFC ബാങ്ക് 28.27, അത്രയും തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഉണ്ട്. ICICI ബാങ്കിന് 25.38, കോട്ടക് ബാങ്കിന് 8.53, സ്റ്റേറ്റ് ബാങ്കിന് 8.51, ആക്സിസ് ബാങ്കിന് 8.41. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 3 സ്റ്റോക്ക് കൂടെ കണക്കൂട്ടി നോക്കുക. 25, 28, 53, 10, 62%. ഈ 3 സ്റ്റോക്കിനും കൂടെ, ബാങ്ക് നിഫ്റ്റിയിൽ ഈ 3 സ്റ്റോക്കിനും കൂടെ ഏകദേശം 62%, അല്ലേ? 25, 50, 10, 60, 62% വെയിറ്റേജ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം അണ്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതാണ് ഇതിനകത്തിലെ നഗ്ന സത്യം. ഇതൊന്നും അറിയാതെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ട് രാവിലെ പച്ച കാണുമ്പോൾ സിയും ചുവപ്പ് കാണുമ്പം സി എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് കാര്യം ഏറെക്കുറെ മനസ്സിലായില്ലേ? നോക്കി, ഈ ആദ്യത്തെ 5 എണ്ണം നോക്കിയാൽ മതി. HDFC, ICICI, കോട്ടക്കും, പിന്നെ സ്റ്റേറ്റ് ബാങ്കും ആക്സിസ് ബാങ്കും. അവർ ഇത്തരം വരാം, ബാക്കിയെല്ലാം 3, 2 ഒക്കെ ഉള്ളൂ. ബാക്കി ഇവർ നോക്കിയാൽ സ്റ്റേറ്റ് ബാങ്കിന് 8.5, ആക്സിസ് ബാങ്കിന് 8.5. എങ്കിൽ തന്നെയും ICICIയും കോട്ടക്കും HDFC, ICICI ആണ് ഇതിൽ മേജർ സംഭവം. മനസ്സിലായില്ല? അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ 3 സ്റ്റോക്കിൻ്റെ കാര്യം എപ്പോഴും എല്ലാ ഇതിലും എടുത്തെടുത്ത് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുമ്പം ഈ HDFC ബാങ്കിലോ ICICIക്കോ കോട്ടക്കോ ഈ ബാങ്കിന് ഏതിനെങ്കിലും RBI ഫൈൻ അടിച്ചിട്ടുണ്ടോ നോക്കണം. ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കണക്കിനകത്തിൽ പൊരുത്തക്കേടോ അങ്ങനെ ലോണിനകത്തിൽ എന്തെങ്കിലും തിരിമറികളോ വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഫൈൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും നമ്മൾ അറിയത്തില്ല. മനസ്സിലല്ലേ? അത് നമ്മൾ എപ്പോഴും ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അങ്ങനെ ഫൈൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഈ HDFC ബാങ്കിന് ഇപ്പോൾ സപ്പോസ് HDFC ബാങ്കിൽ ഇപ്പോൾ അവരുടെ ലോണിനകത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഒരു RBI കണ്ടെത്തി. അപ്പം RBI 1 കോടി രൂപ പിന്നെ ഫൈൻ അടിച്ചെന്ന് വിചാരിച്ചു. HDFC ബാങ്ക് 1 കോടി രൂപ ഫൈൻ അടിച്ചു. HDFC ബാങ്കിന് 1 കോടി രൂപ എന്ന് പറയുന്നത് പൂ ബിസ്ക്കറ്റ് പോലെ ഉള്ളൂ. നമ്മളില്ല മാടക്കടയിൽ പോയിട്ട് ഒരു തേങ്ങാമുട്ടായി മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ചക്കരമുട്ടായി മേടിക്കുന്ന പോലെ ഉള്ളൂ HDFC ബാങ്ക് 1 കോടി രൂപയ്ക്ക്. പക്ഷേ ഈ 1 കോടി രൂപയുടെ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിറ്റേ ദിവസം ലക്ഷം കോടി രൂപ നഷ്ടമായിരിക്കും പിന്നെ HDFC ബാങ്കിന് മാർക്കറ്റിലുണ്ടാകുന്നത്. 1 കോടി രൂപ RBI ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ ലക്ഷം കോടിയുടെ നഷ്ടങ്ങളല്ല, 1000 കോടി രൂപയുടെ പിന്നെ ഡ്രോപ്പായിരിക്കും നമ്മുടെ പിന്നെ ഇൻഡെക്സിനകത്തിൽ HDFC ബാങ്ക് വരുത്തി വെക്കുന്നത്. കാരണം റീറ്റെയിലേഴ്സ് പാനിക് സെല്ലിങ് അല്ലെങ്കിൽ FIs DIs അവർ പാനിക് അവർ സെല്ലിങ് നടത്തി അവരുടെ പൊസിഷൻസ് മാനേജ് ചെയ്യും. മനസ്സിലായി? അപ്പം അപ്പോൾ 1 കോടി രൂപ ഫൈൻ അടിച്ചെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം 1000 കോടി രൂപയുടെ ഇമ്പാക്റ്റ് ആയിരിക്കും അത് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സിനകത്തിലെ വെയിറ്റേജ് സ്റ്റോക്കുകളിൽ എന്ത് സംഭവിക്കുന്നു, എന്തെങ്കിലും റിസൾട്ടുകളുണ്ടോ, അല്ലെ ഇപ്പോൾ
കഴിഞ്ഞ ദിവസം റിലയൻസിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അത് നിഫ്റ്റിയിലെ കാര്യമാണ് പറയുന്നത്. റിലയൻസിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. അപ്പം മിക്കവാറും നാളെ മിക്കവാറും ഗ്യാപ്പ് അപ്പിലായിരിക്കും റിലയൻസ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു പോയാൽ അപ്പം നമുക്ക് അതിനകത്ത് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നിഫ്റ്റിയിൽ PE വില എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? PE ആയാലും CE ആയാലും നമ്മൾ അവിടുന്ന് മാറി നിൽക്കും. കാരണം എന്താ? നാളെ അറിയത്തില്ല എങ്ങനെ ആ റിസൾട്ടിനോട് മാർക്കറ്റ് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് മാറി നിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം ഇനി ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയും ഏറെക്കുറെ ഇതുപോലെ തന്നെ ആണെങ്കിലും അതിനകത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. നമ്മളിനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഭവം കാണാം. നോക്കിക്കേ, ഇതിനകത്തിലും ഫിൻ നിഫ്റ്റിക്കകത്തിൽ വെയിറ്റേജ് നോക്കിക്കേ. അവിടെ HDFC ബാങ്കിന് ഭയങ്കര ആധിപത്യമാണ്. 32% ഉണ്ട് ഫിൻ നിഫ്റ്റിയിൽ. അതായത് ഏറെക്കുറെ ഒരു 32% പിന്നെ HDFC ബാങ്കാണ് ഫിൻ നിഫ്റ്റിയെ നിയന്ത്രിക്കുന്നത്. ബാക്കി ICICI. അപ്പോൾ തന്നെ 54%. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 7%, ആക്സിസ് ബാങ്കിന് 7%, സ്റ്റേറ്റ് ബാങ്ക്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. ഇവിടെ അതിനകത്ത് 2-3 കാര്യങ്ങൾ അതിൽ ആഡായിട്ടുണ്ട്. എന്തോ നോക്കിക്കേ. ബജാജ് ഫിനാൻസ് 5.47%, ബജാജ് ഫിൻസർവിന് 2.5%, ശ്രീരാം ഫിനാൻസ്, ജിയോ ഫിനാൻഷ്യൽ, HDFC ലൈഫ് ഇൻഷുറൻസ്. അപ്പം ഇതിനകത്തിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ ബജാജ് ഫിനാൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നതിനെപ്പറ്റി നിങ്ങൾ വിചാരിക്കും ബാങ്കുകൾ മാത്രമേ ഇത് കാണത്തുള്ളൂ. അല്ല, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിനകത്തിൽ ഈ പിന്നെ ലോൺ ലെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ബാങ്ക് അല്ലാതെ തന്നെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന സ്റ്റോക്കുകളും അതിനകത്തിൽ ഫിൻ നിഫ്റ്റിക്കകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ബാങ്ക് നിഫ്റ്റി താഴെ പോയാലും ഫിൻ നിഫ്റ്റി താഴെ വീഴാൻ നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ? ഇതാണ് രഹസ്യം. ഏതാണ്? ഈ ബജാജ് ഫിനാൻസ്. ചില സമയത്ത് ബജാജ് ഫിനാൻസ് ഒക്കെ 500, 600, 700 പോയിൻ്റൊക്കെ നിങ്ങൾ കയറുന്ന കണ്ടിട്ടില്ലേ ചില ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ദിവസം അണ്ടർ പെർഫോം ബാങ്ക് നിഫ്റ്റി ചെയ്ത് കഴിഞ്ഞാലും ഫിൻ നിഫ്റ്റി എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വളരെ വണ്ടർ അടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അവിടെ ബാങ്ക് നിഫ്റ്റി താഴെ പോകുന്നു, ഫിൻ നിഫ്റ്റി താഴെ വീഴുന്നില്ല. എന്താ അതിൻ്റെ കാര്യം? അതിൻ്റെ കാര്യം ഇതാണ്. മനസ്സിലായോ? ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റി അധികം താഴെ പോകത്തില്ല. അങ്ങനെ തന്നെ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യുമ്പോൾ തന്നെ അല്ല ഒരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുമ്പം ഫിൻ നിഫ്റ്റി നിങ്ങൾ താഴെ പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് താഴെ പോകുന്നത്? ഈ പറഞ്ഞ ബജാജ് ഫിനാൻസും ഫിൻസർവും ഒക്കെ അണ്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെ ഫിൻ നിഫ്റ്റി നേരെ താഴോട്ട് പോകും. അപ്പം കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് വ്യത്യാസം. എങ്കിൽ തന്നെ ഇവിടെയും ആധിപത്യം HDFCക്കും ICICIക്കും കോട്ടക്കിനുമാണ്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്തുവാണ്? നമ്മുടെ മിഡ് ക്യാപ്പ് ആശാൻ അതിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒത്തിരി മിഡ് ക്യാപ്പ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി വലിയ അവെയർ അല്ല. എങ്കിലും നമുക്ക് നോക്കാം. നോക്കിക്കേ, മിഡ് ക്യാപ്പിനകത്തിലെ സെക്ടർ നമുക്ക് നോക്കാം. മിഡ് ക്യാപ്പിനകത്തിലെ സെക്ടറിലും ഫിനാൻഷ്യൽ സെക്ടറിന് 20% വെയിറ്റേജ് ഉണ്ട്. ഫിനാൻഷ്യൽ സെക്ടറിന് 20% വെയിറ്റേജ് ഉണ്ട്. അടുത്ത ഹെൽത്ത് കെയർ, അതിന് 16% ഉണ്ട്. ITക്ക് 15% ക്യാപിറ്റൽ ഗുഡ്സിന് 12%, കൺസ്യൂമർ ഡ്യൂറബിളിന് 8, FMCG 6, ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പോകുന്നു. മനസ്സിലായി? അപ്പോൾ ഇതാണ് സെക്ടർ വെയിറ്റേജ്. ഈ സെക്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സെക്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഡ് ക്യാപ്പും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഈ സെക്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്ന് പോകരുത്. സെക്ടർ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പിന്നെ അതിൻ്റെ വെയിറ്റേജ് സ്റ്റോക്കിലോട്ട് വരാം. ഇത് നോക്കി, ഇതും അപ്ഡേറ്റഡ് ആണ്. 28 മാർച്ച്, ലാസ്റ്റ് മാസം. ഈ മാസം അവസാനം വരും. ഏപ്രിൽ അവസാനത്തേക്ക് അടുത്ത പുതിയത് വരും. ഏകദേശം ഇത് ഓൾമോസ്റ്റ് ഇതുപോലെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. എപ്പോഴും നമ്മൾ എല്ലാ മാസവും ഇത് അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. മാക്സ് ഹെൽത്ത് കെയർ ആണ് ഏറ്റവും കൂടുതൽ നിലവിൽ. നേരത്തെ ഇൻഡ് ഹോട്ടലായിരുന്നു. ഇൻഡ് ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ കാണാൻ പോലും ഇല്ല അതിൽ. ഇൻഡ് ഹോട്ടലായിരുന്നു ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ. ഇൻഡ് ഹോട്ടൽ, പിന്നെ നമ്മുടെ HDFC, AMC ഒക്കെ ആയിരുന്നു ഏറ്റവും വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പം മാക്സ് ഹെൽത്ത് കെയർ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ. 8.16. അടുത്ത BSC 7.45. പെർസിസ്റ്റൻസ് സിസ്റ്റം, IT സെക്ടർ, കോഫോർജ്. IT സെക്ടർ ഇവർ രണ്ടുപേരും ഈക്വലാണ്. കണ്ടോ? പെർസിസ്റ്റൻസ് സിസ്റ്റം, കോഫോർജ്. ഇതുകൊണ്ടാണ് നമ്മുടെ മിഡ് ക്യാപ്പ് പറക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ പെർസിസ്റ്റൻസ് സിസ്റ്റം, കോഫോർജും പറക്കുമ്പോഴാണ് നമ്മുടെ മിഡ് ക്യാപ്പും പറക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 സ്റ്റോക്കുകളെ ശരിക്കും വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഏതിനെ? പെർസിസ്റ്റൻസ് സിസ്റ്റവും കോഫോർജും. 5.48, 5.88, 5.41. അതിപ്പോൾ തന്നെ 15% ഇല്ലേ?
അടുത്ത PB ഫിൻടെക്, പിന്നെ ഡിക്സൺ ടെക്നോളജി, അതിന് 5%. ഡിക്സൺ ടെക്നോളജി ഒക്കെ മൂവിയാണ്, മിനിമം 500 പോയിൻ്റൊക്കെയാണത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഡിക്സൺ ടെക്നോളജി, ലൂപ്പിൻ, ഇൻഡസ് ടവർ, SRF, കുമിൻസിൻ്റെ ഒക്കെ നേരത്തെ വളരെ ടോപ്പിലായിരുന്നു, ഇപ്പോൾ നേരെ അത് താഴെ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനത്തിന് നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ നോക്കി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഓരോത്തിനും Nifty 50, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, നമ്മളുടെ മിഡ് ക്യാപ്പിനകത്തുള്ളത്. കാര്യം മനസ്സിലായല്ലോ. അടുത്തതാണ് ഇനി സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർ. സെൻസെക്സ് NSE ആയിട്ടല്ല, അത് BSEയിലാണ്. അപ്പോൾ അതിനകത്തിൽ ഇങ്ങനെ ഡേറ്റ കിട്ടാൻ ഇച്ചിരി പണിയാണ്. ഞാൻ കുറേ നോക്കി, കിട്ടിയില്ല. അതേസമയം ഞാനൊരു വെബ്സൈറ്റിൽ നിന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട്. ഇത് നോക്കിക്കേ, ഇതിനകത്തിൽ നമ്മുടെ സെൻസെക്സിൻ്റെ വെയിറ്റേജ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സെൻസെക്സിനകത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് റിലയൻസിനാണ്. 11.3% നമ്മുടെ സെൻസെക്സിൽ റിലയൻസിൻ്റെ വെയിറ്റേജ്. HDFC ബാങ്കിന് 9.39, ടാറ്റ കൺസൾട്ടൻസി, അവിടെ ICC ഒന്നുമില്ല, ICCക്ക് താഴെ ടാറ്റ TCS, നമ്മുടെ TCSനാണ് 8% വെയിറ്റേജ്, ഭാരതി എയർടെലിന് 7%, ICICI ബാങ്കിന് 6.43%, സ്റ്റേറ്റ് ബാങ്ക് ഇന്ത്യക്ക് 4.58, ഇൻഫിക്ക് 3, ഇൻഫി വളരെ കുറവാണ്, 3.95, ബജാജ് ഫിനാൻസ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേക്കുക. അപ്പോൾ ഇതാണ് സെൻസെക്സിൻ്റെ വെയിറ്റേജ്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതിനനുസരിച്ചായിരിക്കും നമ്മുടെ സെൻസെക്സ് മൂവ് ചെയ്യുന്നത്. സെൻസെക്സിൽ റിലയൻസിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, HDFCക്ക് കുറവാണ്. ചെറിയ കുറവ് മാത്രമേ ഉള്ളൂ. അടുത്ത TCS. അപ്പം റിലയൻസ്, HDFC ബാങ്കും TCSും ഭാരതി എയർടെൽ ICICI ഒക്കെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് എന്ത് ചെയ്യും, പറക്കും. അപ്പം ഇതും നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിത് അറിയാമായിരുന്നോ ഇല്ലായിരുന്നോ, നിങ്ങളിതിനെപ്പറ്റി അവെയർ ആയിരുന്നോ, ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് ചെയ്തെങ്കിലേ എനിക്ക് ഇനി ഇതുപോലുള്ള പുതിയ ഇൻഫർമേഷൻസ് വീഡിയോ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം നമുക്കൊരു പഠനത്തിൻ്റെ ഭാഗമാണ് അല്ലേ. ഇങ്ങനെ വേണം നമ്മൾ പഠിച്ച് ഓരോ ലെവലുകൾ കടന്ന് മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓപ്ഷൻ ട്രേഡിങ് ഒരു വലിയ ബാലി കയറാമല ഒരിക്കലും ആകത്തില്ല. ഓക്കെ, അതിനെ പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഠനം അല്ലാതെ വേറെ യാതൊരു കുറുക്ക് വഴിയും ഇതിനകത്തിൽ ഇല്ല. അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഓൾ.